ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഇഞ്ചിയോൺ കിയയുടെ ഷോറൂമിലാണ്. ഇഞ്ചിയോൺ കിയയിൽ നമുക്ക് ഇയർ എൻഡ് പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസംബർ പ്രൊമോഷൻസ് വന്നിട്ടുണ്ട്. കിയയുടെ അണ്ടറിൽ വരുന്ന ഒരു എല്ലാ വാഹനങ്ങൾക്കും ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ സെൽറ്റോസിനാണ്. 1,45,000 രൂപ ഒരു ഓഫറാണ് സെൽറ്റോസിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽറ്റോസിന് ഡൗൺ പേയ്മെന്റ് ഇപ്പോൾ 73,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഓൾമോസ്റ്റ് ഒരു 90% ഓൺ റോഡ് ഫണ്ടിങ്ങിൽ നിങ്ങൾക്ക് സെൽറ്റോസ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതാണ് സെൽറ്റോസിന് എടുത്തു പറയേണ്ട ഒരു ഓഫർ. കിയ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും പെർ ലാക്കിന് 1,421 രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ. ഈ ഡൗൺ പേയ്മെന്റും EMI ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകളാണ് വരുന്നത്, ഓഫറുകൾക്ക് ശേഷം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള വേരിയന്റുകൾ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സെൽറ്റോസിനാണ് ഏറ്റവും കൂടുതൽ ഇയർ എൻഡ് പ്രൊമോഷൻസ് വന്നിരിക്കുന്നത്. 1,46,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അത് പെട്രോളിനും ഡീസലിനും സിമിലർ ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 1,40,000 രൂപയുടെ ഓഫറിന്റെ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് സ്ട്രേറ്റ് അവേ 50,000 രൂപ ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 60,000 രൂപ വരുന്നുണ്ട്. കോർപ്പറേറ്റ് എലിജിബിൾ ആവുന്ന ആളുകൾക്ക് 15,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും ഇൻഷുറൻസിൽ നമുക്ക് ഏകദേശം 20,000 രൂപയുടെ ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും അല്ലെങ്കിൽ ക്യാഷ് ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഓഫറാണ്. നമ്മൾ പറയുന്ന ഓൺ റോഡ് പ്രൈസിൽ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് കുറച്ച് പറയുന്നത്. അഡീഷണലി നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രൈസിൻ്റെ കൂടെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് അഡീഷണലി ലഭിക്കും. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആയ HTE ഓപ്ഷണൽ വേരിയൻറ്റ് നമുക്ക് 12,90,000 രൂപയ്ക്ക് പെട്രോൾ മാനുവൽ വേരിയൻറ്റ്, HTE ഓപ്ഷനിൽ പെട്രോൾ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനം നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ HTE ഓപ്ഷണൽ വേരിയൻറ്റിൽ തന്നെ ഡീസൽ വരുന്നുണ്ട്. ആ വാഹനം 14,73,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അഡീഷണലി ഒരു എക്സ്ചേഞ്ചും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 14,13,000 രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡൗൺ പേയ്മെൻറ്റ് 73,000 രൂപയെ വരുന്നുള്ളൂ. ഇത് സെൽറ്റോസിലെ HTK പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ ഒരു വേരിയന്റ് തന്നെയാണ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ വേരിയന്റിലാണ്. ഇപ്പോൾ HTK പ്ലസ് ഓപ്ഷണലിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 18,48,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പെട്രോൾ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ 16,62,000 രൂപ. ഇതിൽ നിന്ന് എല്ലാത്തിനും എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ കുറച്ച് കുറവ് കിട്ടും. ഇനി ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20,13,000 രൂപയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത്. ഡീസൽ മാനുവലിന് 18,45,000 രൂപ. അപ്പോൾ ബേസ് വേരിയന്റിന്റെ പ്രൈസും കിട്ടി, പിന്നെ കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റിന്റെ പ്രൈസും കിട്ടി. അടുത്ത വാഹനം സോണറ്റ് ആണ്. എനിക്ക് റീസെൻ്റ്ലി നമ്മളുടെ ചാനലിൽ കിയയുടെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനം നമ്മളുടെ കിയയുടെ സോണറ്റ് ആണ്. കാരണം സെഗ്മെന്റിലെ ഫീച്ചറിസ്റ്റിക് കാറെന്ന് നമുക്ക് സോണറ്റിനെ വിളിക്കാം. സോണറ്റിന് ശരിക്കും 58,700 രൂപയാണ് ഇയറിന്റെ പ്രൊമോഷൻസ് കൊടുത്തിരിക്കുന്നത്. അത് പ്രൊമോഷൻസിന്റെ ബ്രേക്ക് ഡൗൺ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 10,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. എക്സ്ചേഞ്ച് ബോണസ് 20,000 രൂപ, കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപ, ഇൻഷുറൻസിൽ നമുക്കൊരു 10,000 രൂപ വരെ ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട് ലഭിക്കും. സോണറ്റിന്റെ EMI സ്റ്റാർട്ട് ചെയ്യുന്നത് 8,888 രൂപ പെർ മന്തിലാണ്. അത് ഈ ഒരു ഡിസംബർ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോണറ്റിൽ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിൽ നമുക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. ഇപ്പോൾ HTK ഓപ്ഷണൽ പെട്രോൾ വേരിയന്റ് നമുക്ക് 10,58,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറും വരുന്നില്ല. അതും കൂടി എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 10-20 പെട്രോൾ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു HTK ഓപ്ഷണൽ വേരിയന്റിൽ ഡീസലും വരുന്നുണ്ട്. 12 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ HTK ഓപ്ഷണൽ പെട്രോൾ ഡീസൽ വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അഡീഷണൽ ഓഫർ എലിജിബിൾ ആവുകയാണെങ്കിൽ അതും ലഭിക്കും. ഇത് HTK പ്ലസ് വേരിയന്റ് ആണ്. HTK ഓപ്ഷണൽ വേരിയന്റിനേക്കാളും കുറച്ചും കൂടി ഫീച്ചേഴ്സ് അഡീഷണലി ആഡ് ഓൺ ആയി വന്നിരിക്കുന്ന ഒരു പ്രീമിയം വേരിയന്റ് എന്ന് HTK പ്ലസ് വേരിയന്റ് എന്ന് വിളിക്കാം. ഈ വേരിയന്റ് നിങ്ങൾക്ക് ഇപ്പോൾ 11,10,000 രൂപയ്ക്ക് പെട്രോൾ മാനുവലും ഡീസൽ മാനുവലും 12,80,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സോണറ്റിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് HTX വേരിയന്റിലാണ്. HTXൽ നമുക്ക് പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഇപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്. അത് 14,18,000 രൂപയ്ക്കും, ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് 14,75,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ 15 ലക്ഷം രൂപയിൽ താഴെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് സോണറ്റിൽ ലഭിക്കുന്നത് ഈ ഒരു ഡിസംബർ പ്രൊമോഷനോട് കൂടിയായിരിക്കും. നമ്മളുടെ ഇയർ എൻഡ് പ്രൊമോഷൻസ് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫർ വന്നിരുന്നു. പിന്നെ ഈ ഡിസംബറിലാണ് ഇപ്പോൾ ഒരു സോണറ്റിന് ഒരു ഡീസന്റ് ഓഫർ എന്നുള്ള രീതിയിൽ കിയ കൊടുത്തിരിക്കുന്നത്.
സെൽറ്റോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഫർ തരുന്ന ഒരു വാഹനം സിറോസ് ആണ്. 1,18,000 രൂപ വരെ സിറോസിന് ഓഫർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് സ്ട്രേറ്റ് അവേ 45,000 രൂപയുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 50,000 രൂപ. പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ഓഫറായിട്ട് 15,000 രൂപ സിറോസിനും വരുന്നുണ്ട്. ഇൻഷുറൻസിൽ ഒരു 8,000 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കും. ഇപ്പോൾ സിറോസിന്റെ ഒരു ബേസ് വേരിയന്റ് നമുക്ക് STK വേരിയന്റിനെ വിളിക്കാം. ബേസ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു വേരിയന്റ് ആണ് STK വേരിയന്റ്. ആ വാഹനം ഇപ്പോൾ നമുക്ക് 10,15,000 രൂപയ്ക്ക് ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് ഇറക്കാം. എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 9.5 ലക്ഷം രൂപയ്ക്കൊക്കെ സിറോസിന്റെ പെട്രോൾ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ STK ഓപ്ഷണൽ എന്ന് പറഞ്ഞ് സെക്കൻഡ് വേരിയന്റ് വരുന്നുണ്ട്. അതിന്റെ പെട്രോൾ വേരിയന്റ് നമുക്ക് 10,90,000 രൂപയ്ക്കും, ഡീസൽ ബേസ് വേരിയന്റ് നമുക്ക് STK ഓപ്ഷണലാണ്. അതായത് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും STK ഓപ്ഷണൽ വേരിയന്റ് ആണ്. ആ ഡീസൽ വേരിയന്റ് നമുക്ക് 12,25,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സിറോസിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് STK പ്ലസ് വേരിയന്റിലാണ്. 14,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ STK പ്ലസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. ഈ കാണുന്ന വാഹനം STX പ്ലസ് ആണ്. ഇതിനകത്താണ് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് STX പ്ലസിന് 18,61,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ STX പ്ലസിൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ആ വാഹനം 17,42,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. കിയയുടെ 7 സീറ്ററാണ് നമ്മുടെ ക്ലാവിസ്. ക്ലാവിസിനും ഓഫർ കൊടുത്തിട്ടുണ്ട്. 90,000 രൂപ വരെയാണ് ക്ലാവിസിന് ഓഫർ വരുന്നത്. അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 10,000 രൂപയും എക്സ്ചേഞ്ച് ബോണസ് 30,000 രൂപയും പിന്നെ ലോയൽറ്റി എന്ന് പറഞ്ഞ് 20,000 രൂപ ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു പഴയ കിയ വാഹനമാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 7 സീറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20,000 ലോയൽറ്റി ബെനിഫിറ്റ് കിട്ടും. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപയും ഇൻഷുറൻസിൽ ഒരു 15,000 രൂപയുടെ ഡിസ്കൗണ്ടുമാണ് വരുന്നത്. ഇപ്പോൾ ക്ലാവിസിൽ നമുക്ക് ഒരു ബേസ് വേരിയന്റ് അല്ലെങ്കിൽ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബേസ് വേരിയന്റ് STE ഓപ്ഷണലിനെ വിളിക്കാം. അതിന് പെട്രോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയന്റിന് 14,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു STE ഓപ്ഷനിൽ തന്നെ നമുക്ക് ടർബോ പെട്രോൾ വരുന്നുണ്ട്. ആ വാഹനം നമുക്ക് 15,85,000 രൂപയ്ക്ക് ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് ഇറക്കാം. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ നമുക്ക് ആ STE ഓപ്ഷണൽ വേരിയന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 17,20,000 രൂപയ്ക്ക് നമുക്ക് ഡീസൽ STE ഓപ്ഷനിലും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് STK പ്ലസ് വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് 20,15,000 രൂപയ്ക്കും ഡീസൽ ഓട്ടോമാറ്റിക് 21,50,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ക്ലാവിസിന് ലോഞ്ച് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഫസ്റ്റ് ഓഫർ ശരിക്കും ഈ ഇയറിൻ്റെ പ്രൊമോഷൻസിലാണ്. ഇനി ക്ലാവിസ് EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാവിസ് EVക്ക് മൊത്തം 80,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. പക്ഷേ അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. എക്സ്ചേഞ്ച് ബോണസ് നമുക്കൊരു 30,000 രൂപ ലഭിക്കുന്നുണ്ട്. പെട്രോളിൽ നിന്ന് ആർക്കെങ്കിലും EVയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ലോയൽറ്റി ഈ ക്ലാവിസിന് ലഭിക്കുന്നുണ്ട് 20,000 രൂപ. കോർപ്പറേറ്റ് ബെനിഫിറ്റ് 15,000 രൂപ. പിന്നെ ഇൻഷുറൻസിൽ ഒരു 8,000 രൂപയുടെ ഡിസ്കൗണ്ടുമാണ് ക്ലാവിസ് EVക്ക് വരുന്നത്. ഇപ്പോൾ EVയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ STK പ്ലസ് ആണ് നമ്മളുടെ ഒരു ബേസ് വേരിയന്റ് എന്ന് പറയാവുന്നത്. അത് മിഡ് റേഞ്ച് ആണ്. 330ഒക്കെയാണ് റിയൽ ലൈഫിൽ കിട്ടുന്ന റേഞ്ച്. ഒരു 320-330 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ആ വാഹനം നിങ്ങൾക്ക് 21,66,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. പിന്നെ HTX പ്ലസിലാണ് ശരിക്കും നമ്മുടെ ലോങ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനം 26,55,000 രൂപ. അതിൻ്റെ റേഞ്ച് വരുന്നത് ഏകദേശം 410 കിലോമീറ്റർ ആണ്. അപ്പോൾ EVക്കും ചെറിയൊരു ഓഫർ ഈ ഡിസംബർ പ്രൊമോഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇഞ്ചിയോൺ കിയയുടെ ഇയർ എൻഡ് പ്രൊമോഷൻസ്. ഒരു കിയ കാറൊക്കെ നോക്കുന്നുണ്ട്, അത് സെൽറ്റോസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇയർ എൻഡ് പ്രൊമോഷൻസ് കൺസിഡർ ചെയ്യാം. പുതിയ സെൽറ്റോസ് വരുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളുടെ നിലവിലുള്ള സെൽറ്റോസിന് അത്യാവശ്യം ഓഫർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പുതിയ സെൽറ്റോസ് വന്നു കഴിഞ്ഞാലും ആ ഡിസൈനിലൊക്കെയാണ് ചേഞ്ചസ് വന്നുള്ളൂ. എഞ്ചിന് ഗിയർ ബോക്സ് ഓപ്ഷൻസിലൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പെർ ലാക്കിന് 1,421 രൂപ വെച്ചിട്ടേ അടവ് വരുന്നുള്ളൂ. നമ്മളുടെ സെൽറ്റോസൊക്കെ നമുക്കൊരു 73,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത് സെൽറ്റോസിന് മാത്രമാണ്. നമ്മളുടെ സോണറ്റിലേക്ക് പോകുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഓഫർ 8,888 രൂപ പെർ മന്ത് എന്നുള്ളൊരു EMI ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ EMI ഡൗൺ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇഞ്ചിയോൺ കിയയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും ഡെലിവറി എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.